ഡ്രീംസ് ട്രാവലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട സെൻറ്റ് പീറ്റേഴ്സ് ജംഗ്ഷനിലുള്ള അസ്ന കാർ പാലസിലാണ്. നമ്മുടെ വണ്ടി ബെലനോ ഇന്ന് ആൻഡ്രോയിഡ് 11 വേർഷനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ വണ്ടിയിലുണ്ടായിരുന്നത് ബ്ലൂടൂത്ത് ടച്ച് റിവേഴ്സ് ക്യാമറ ഫെസിലിറ്റീസ് ഒക്കെയുള്ള ഒരു സോണിയുടെ സിസ്റ്റമാണ് ഉണ്ടായിരുന്നത്. അത് വളരെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു എന്ന് പറയാതെ വയ്യ. നമ്മൾ ഇപ്പോൾ അത് റീപ്ലേസ് ചെയ്തിട്ടാണ് ഈ ആൻഡ്രോയിഡിലേക്ക് മാറ്റുന്നത്. നമ്മൾ പുതിയ സിസ്റ്റം വെക്കുന്നത് എല്ലാം പ്ലഗ് ആൻഡ് പിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വയർ കട്ടിങ് ഒന്നും തന്നെ വരുന്നില്ല. ഇനി ഇതിൻ്റെ സ്പെസിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 9-inch ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. ആൻഡ്രോയിഡ് 11 വേർഷനാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. 4GB റാം, 32 GB ഇൻറ്റേർണൽ മെമ്മറി ഉണ്ട്. ഈ മെമ്മറി നമുക്ക് മെമ്മറി സ്റ്റിക്ക് വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഫ്രണ്ട് ആൻഡ് ക്യാമറ ഓട്ടോ HD റെക്കോർഡിംഗ് ആണ് അതിനകത്ത് വരുന്നത്. ഒരു പ്രീമിയം ക്വാളിറ്റി ആൻഡ്രോയിഡ് സിസ്റ്റമാണിത്. നല്ല സൗണ്ട് ക്വാളിറ്റി, അഡാപ്റ്റീവ് പിക്ചർ ക്വാളിറ്റി, അതുപോലെ തന്നെ GPS ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് യാത്ര വളരെ സുഖകരമായിട്ട് ചെയ്യാൻ പറ്റും. നല്ല സൈസ്, അത്യാവശ്യം 9-inch ഉള്ളതുകൊണ്ട് തന്നെ വീഡിയോസും പിക്ചേഴ്സും സിനിമാസും ഒക്കെ നമുക്ക് വളരെ നല്ല ഒരു ആംബിയൻസിൽ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡാഷ് ക്യാം വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സംഗതിയാണ്. ഇതിൻ്റെ ഇഗ്നിഷൻ ഓണായാൽ മാത്രമേ റെക്കോർഡിങ് നടക്കുകയുള്ളൂ. ഫ്രണ്ട് ആൻഡ് ബാക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡാകും. 1 minute വീതമുള്ള ക്ലിപ്പുകളായിട്ട് ഓട്ടോമാറ്റിക് റെക്കോർഡായി സേവ് ആയിട്ട് അതിനകത്തുണ്ടാകും. അപ്പോൾ അത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സംഗതിയാണ് നമ്മൾ ഇപ്പോഴത്തെ റോഡ് സാഹചര്യങ്ങൾക്കനുസരിച്ച്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഫർദർ ഡീറ്റെയിൽസൊക്കെ ക്ലാരിഫിക്കേഷനായിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വേറെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും റിപ്ലൈ ഉണ്ടാവും. താങ്ക്സ് ഫോർ വാച്ചിങ്.